good morning. Welcome back to Computer Organization and Architecture. നമ്മൾ ഇപ്പോൾ മൊഡ്യൂൾ 3 ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഡിസൈൻ എന്നുള്ള ഒരു മൊഡ്യൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും ടോപ്പിക്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഇൻസ്ട്രക്ഷൻ കോഡ്സ്, കമ്പ്യൂട്ടർ രജിസ്റ്റേഴ്സ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഒക്കെ പഠിച്ചതാണ്. പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഇൻസ്ട്രക്ഷൻസ് ടൈപ്പ്. ബേസിക് കമ്പ്യൂട്ടറിൽ 3 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. 3 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ്. ഒന്ന് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ്, 2 രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ്, 3 ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ്. ബേസിക് കമ്പ്യൂട്ടറിൽ 3 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസും, രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻസും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസും. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. അതായത് നമ്മൾ മെമ്മറിയിൽ നിന്ന് നമുക്കറിയാം, മെമ്മറിയിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും, ഓപ്പറൻഡ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. രജിസ്റ്ററിലുള്ളത് രജിസ്റ്ററിനെ മാത്രം, മെമ്മറീനെ റെഫർ ചെയ്യാതെ രജിസ്റ്ററിനെ മാത്രം റെഫർ ചെയ്യുന്നത്, രജിസ്റ്ററിൽ നിന്ന് മാത്രം ഡേറ്റ എടുക്കുന്നത്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇപ്പം മെമ്മറീനെ റെഫർ ചെയ്യുന്ന, മെമ്മറിയിൽ അഡ്രസ്സിനെ അല്ലെങ്കിൽ മെമ്മറീനെ റെഫർ ചെയ്യുന്ന, മെമ്മറിയിൽ നിന്ന് ഒരു ഡേറ്റയോ ഇൻസ്ട്രക്ഷനോ ഒക്കെ എടുക്കുന്ന, മെമ്മറീനെ റെഫർ ചെയ്യുന്ന ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ്. നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് പഠിച്ചു എങ്കിലും ഈ 3 തരം ഇൻസ്ട്രക്ഷൻസിനും ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്. ഫോർമാറ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ജനറൽ ഫോർമാറ്റ് ഏകദേശം അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്, മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. ഇതാണ് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ്റെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. നമുക്കറിയാം ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ 16 ബിറ്റ് ലോങ് ആണ്. 0 തൊട്ട് 15 വരെയാണ് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ഉള്ളത്. 16 ബിറ്റ് ആണ്. ഇനി ഇതിൽ 0 to 11, അതായത് ഫസ്റ്റ് 12 ബിറ്റ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓപ്പറൻ്റ് അഡ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്യും. ഇത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ അഡ്രസ്സ് മിക്കവാറും മെമ്മറിയിലത്തെ ഒരു അഡ്രസ്സിനെ ആയിരിക്കും പറയുക. അപ്പോൾ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷനാണ്. മെമ്മറി അഡ്രസ്സ് ആയിരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക. ഫസ്റ്റ് 12 ബിറ്റ് അഡ്രസ്സിനെയാണ്. പിന്നെയോ ഈ ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ബിറ്റ്, 3 ബിറ്റാണ് ഓപ്പ് കോഡിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്നത്. 12, 13, 14. ഇതിൽ 3 ബിറ്റാണ് ഓപ്പ് കോഡ്. ഈ ഓപ്പ് കോഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്പ് കോഡ് സൂചിപ്പിക്കുന്നത് ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതിനെയാണ് ഈ ഓപ്പ് കോഡ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം 3 ബിറ്റ് കൊണ്ട് നമുക്കൊരു എത്ര ഓപ്പറേഷൻസ് പോസിബിൾ ആവും? ഒരു 8 ഓപ്പറേഷൻസ് പോസിബിൾ ആവും. ഇപ്പോൾ ഒരു 8 മെമ്മറി റെഫറൻസ് ഓപ്പറേഷൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഐ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? തന്നിട്ടുള്ള അഡ്രസ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്രസ്സിങ് മോഡിനെയാണ്. തന്നിട്ടുള്ള ഈ അഡ്രസ്സ് മെമ്മറിയിലത്തെ ഒരു അഡ്രസ്സ് ആയിരിക്കുമല്ലോ. ഈ അഡ്രസ്സ് ഡയറക്റ്റ് അഡ്രസ്സിങ് ആണോ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണോ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഡയറക്റ്റ് അഡ്രസ്സിങ് ആണെങ്കിൽ i=0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏതാണോ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തത് അതായിരിക്കും ഇഫക്റ്റീവ് അഡ്രസ്സ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്പറൻറ്റിനെ കിട്ടും. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണെങ്കിൽ നമുക്ക് ആ ഓപ്പറൻറ്റിനെ കിട്ടണമെങ്കിൽ മറ്റൊരു അഡ്രസ്സാണ് തരിക, ആ അഡ്രസ്സിൽ പോയി എടുക്കേണ്ടി വരും. ഇതാണ് ഒരു മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷനെ നമ്മൾ റെപ്രസെൻ്റ് 0 to 11 ബിറ്റ് അഡ്രസ്സ്, 12 to 14 ഒരു 3 ബിറ്റാണുള്ളത്. ഈ 3 ബിറ്റ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഓപ്പ് കോഡിനെയാണ്. ലാസ്റ്റ് ബിറ്റ് അഡ്രസ്സിങ് മോഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ തന്നെയാണോ? അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസിനെ തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗമുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ്റെ ഈ ഓപ്പ് കോഡ് പാർട്ട് എന്ന് പറയുന്നത് 12 to 14 എന്ന് പറയുന്ന ഓപ്പ് കോഡ് പാർട്ട് 000 മുതൽ 110 വരെയുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? 3 ബിറ്റാണ് ഓപ്പ് കോഡ് പാർട്ട്. 12 to 14 എന്ന് പറയുമ്പോൾ 12, 13, 14 അങ്ങനെ 3 ബിറ്റാണുള്ളത്. ഈ 3 ബിറ്റ് 000, 110 വരെ, 00 മുതൽ 110 ഉള്ളത് വരെയാണെങ്കിൽ, അതായത് 110 കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഏത് മാത്രമേ ഉള്ളൂ? 1111 ഉള്ളൂ. ഈ 111 ആണ് ഓപ്പ് കോഡ് പാർട്ടിൽ വരുന്നെങ്കിൽ അത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ അല്ല. മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഓപ്പ് കോഡ് പാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും.
ഓപ്കോഡ് പാർട്ട് 000 മുതൽ 110 വരെയാണെങ്കിൽ അതെന്താണ്? മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 12 ബിറ്റ് അഡ്രസ്സാണ്, അതിൻ്റെ ലാസ്റ്റ് 15th ബിറ്റ് എന്ന് പറയുന്നത് അഡ്രസ്സിങ് മോഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ എങ്ങനെ വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാമെന്ന്. നെക്സ്റ്റ് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനാണ്. രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ രജിസ്റ്ററിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് പിന്നെ അഡ്രസ്സ് അവിടെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ രജിസ്റ്ററിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ ലോഡ് അക്യുമുലേറ്റർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഏത് രജിസ്റ്റർ ആണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. സ്റ്റോർ അക്യുമുലേറ്റർ, ലോഡ് അക്യുമുലേറ്റർ, INC-PC, അതായത് ഇൻക്രിമെൻറ്റ് PC നെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതാണ് ഓപ്പറേഷൻ. ഇപ്പോൾ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനിൽ മിക്കവാറും രജിസ്റ്റർ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പിന്നെ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ പോലെ ഈ ഒരു പാർട്ടിൽ നമുക്ക് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനിൽ 0 to 11 വരെയുള്ള സ്ഥലത്ത് എന്താണ് രജിസ്റ്റർ ഓപ്പറേഷൻ എന്ന് സ്പെസിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടമാനം രജിസ്റ്റർ ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ 0 to 11 ബിറ്റ്സ് വെച്ച് നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഏത് രജിസ്റ്റർ ഓപ്പറേഷൻ ആണെന്ന് പെർഫോം ചെയ്യാനാണ് ഈ 0 to 11 ബിറ്റ്സ് ഉപയോഗിക്കുക. പിന്നെ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാവുക? നമ്മൾ നേരത്തെ പറഞ്ഞു 0 ഓപ്കോഡ് പാർട്ടാണ്. നമ്മൾ എപ്പോഴും ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഓപ്കോഡ് പാർട്ടിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഓപ്കോഡ് പാർട്ട് എന്ന് പറയുന്ന 12, 13, 14 3 ബിറ്റ് 000 മുതൽ 110 വരെയാണെങ്കിൽ അത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷനാണ്. പിന്നെ നമുക്ക് ഒറ്റനെ ബാക്കിയുള്ളൂ, 111 എന്നുള്ളൊരു ചോയ്സേ ബാക്കിയുള്ളൂ. ഈ 111 ആണെങ്കിൽ പിന്നെ ഉറപ്പാണ് അത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ അല്ല. അപ്പോൾ പിന്നെ അത് ഒന്നില്ലെങ്കിൽ രജിസ്റ്റർ റെഫറൻസ് ആണ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയാലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആയാലും ഈ ഓപ്കോഡ് പാർട്ട് അല്ലെങ്കിൽ 12 തൊട്ട് 14 വരെയുള്ള ബിറ്റ് 111 വരെ ആയിരിക്കും. പിന്നെ ഇതിനെ എങ്ങനെയാണ് ഇവരെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക? അതിനാണ് നമ്മൾ ഈ I ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് അഡ്രസ്സ് അല്ലല്ലോ പറഞ്ഞു തരുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനിലും ഇത് ഏത് ഓപ്പറേഷൻ ആണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ 12 ബിറ്റിൽ അഡ്രസ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ലാസ്റ്റ് ബിറ്റ് നമുക്ക് അഡ്രസ്സിങ് മോഡിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സിങ് ആണോ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ 15th ബിറ്റ് ഉപയോഗിക്കാം. അപ്പോൾ 12, 13, 14 ബിറ്റ് 111 വന്നാൽ നമുക്ക് ഷുവറാണ് അതൊന്നില്ലെങ്കിൽ രജിസ്റ്റർ റെഫറൻസ് ആണ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. ഇനി കൃത്യമായിട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ആ 15th ബിറ്റ് I എന്നുള്ളത് 0 ആണെങ്കിൽ അത് രജിസ്റ്റർ റെഫറൻസ് ആണ്, I എന്നുള്ളത് 1 ആണെങ്കിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനും ഇതേപോലെ തന്നെയാണ്. ഈ 0 to 11 ബിറ്റാണ് ഏത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണെന്ന് മെൻഷൻ ചെയ്യുന്നത്. അവിടെയും അഡ്രസ്സ് അല്ല പറയുന്നത്. അതുപോലെ രജിസ്റ്റർ ഓപ്പറേഷനിലും 0 to 11 ആണ് ഏത് രജിസ്റ്റർ ഓപ്പറേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഇവിടെ 111 കണ്ടതുകൊണ്ട് അത് രജിസ്റ്റർ ഓപ്പറേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലായി 0യും കണ്ടതുകൊണ്ട്. പിന്നെ ഈ 12 to 14 111 വരികയും 15th ബിറ്റ് 1 വരികയും ചെയ്തപ്പോഴാണ് നമുക്കത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ്. അതിനെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് പഠിച്ചു. ആ ഒരു ഫോർമാറ്റ് ശരിക്കും ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണ് മെയിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അതിൽ തന്നെയാണ് നമുക്ക് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഒന്നും വരുമ്പോൾ നമ്മൾ അഡ്രസ്സ് ഒന്നും അല്ല അവിടെ കാണിക്കുന്നത്. 0 to 11 നമ്മൾ ഏത് രജിസ്റ്റർ ഓപ്പറേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗമൊന്നും നമ്മൾ ഏത് ഓപ്പറേഷൻ ആണെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നില്ല. ഇത് ജസ്റ്റ് രജിസ്റ്റർ റെഫറൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഈ ഓപ്പറേഷൻ ഏതാണെന്ന് കാണിക്കാനാണ് ഇവിടുത്തെ 12 ബിറ്റ് ഉപയോഗിക്കുന്നത്. ഇതാണ് 3 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ്: മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ്, രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനൊക്കെ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷനിൽ ഈ 12 to 14 ബിറ്റ് 000 തൊട്ട് 110 വരെ ആയിരിക്കുന്നു. അതായത് 000, 001, 010, 011, 100, 101, 110 ഇത്രയും പോസിബിലിറ്റീസേ ഉള്ളൂ. അതായത് 7 തരം മെമ്മറി റെഫറൻസിനുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ, മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷനുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ. അപ്പോൾ 7 മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. നോക്കാം നമുക്ക്. പിന്നെ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻസും ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസും ഇഷ്ടംപോലെ ഉണ്ടാകും. കാരണം ഈ 0 to 11 അതായത് 12 ബിറ്റ് ഉപയോഗിച്ച് നമുക്കൊരു 12 ബിറ്റ് വെച്ച് നമുക്ക് എത്ര റെപ്രസെൻറ്റ് ചെയ്യും? 496 ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിന് വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനും അതേ 12 ബിറ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 496 ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്, നമ്മൾ കുറച്ചെണ്ണമാണ് പഠിക്കുന്നത്. നമുക്ക് ഏതൊക്കെയാണ് ബേസിക് കമ്പ്യൂട്ടറിലുള്ള മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ്,
രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ നോക്കാം. ഇത് എക്സാമ്പിളാണ്. ഈ ഒരു ഭാഗം ഞാൻ ഹൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഹെക്സാഡെസിമൽ കോഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്, പക്ഷെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് കാര്യമാക്കണ്ട. അപ്പോൾ ഇത്രയും ഈ ഫസ്റ്റ് ബോക്സിൽ കാണിച്ചിട്ടുള്ളതെല്ലാം മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. സെക്കൻഡിൽ കാണിച്ചിട്ടുള്ളതെല്ലാം രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. തേർഡിൽ കാണിച്ചിട്ടുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ ഓരോ ഇൻസ്ട്രക്ഷനെയും ഇനിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സിമ്പലും ഡിസ്ക്രിപ്ഷൻ, എന്താണ് അതിൻ്റെ സിമ്പൽ, ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള സിമ്പലും ഡിസ്ക്രിപ്ഷനും മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പഠിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് 7 എണ്ണം പോസിബിൾ ആവുള്ളൂ എന്ന്. 0002 to 110 വരെയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ 000 ആണെങ്കിൽ ആൻഡ്, 001 ആണെങ്കിൽ ആഡ്, അങ്ങനെയായിരിക്കും പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 7 എണ്ണേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇത്രയും മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലുള്ള വാല്യൂവും മെമ്മറിയിലുള്ള നമ്മൾ പറയുന്ന വാല്യൂവും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. ഇത് ആഡ് ഓപ്പറേഷൻ. ഇത് ലോഡ് അക്യുമുലേറ്റർ ഫ്രം മെമ്മറിയാണ്. മെമ്മറിയിൽ നിന്ന് അഡ്രസ്സ് എടുത്തിട്ട് അക്യുമുലേറ്ററിലേക്ക് വെക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊരു മെമ്മറി റെഫറൻസ് ആണോ എന്ന്. ലോഡ് അക്യുമുലേറ്റർ എന്ന് പറയുമ്പോൾ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത് രജിസ്റ്ററിലേ റെഫർ ചെയ്യുന്നത് അല്ല, മെമ്മറീൻ്റെ ഒരു റെഫറൻസ് അവിടെ വരുന്നുണ്ട്. മെമ്മറിയിൽ നിന്ന് ഒരു അഡ്രസ്സ് എടുത്തിട്ടാണ് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെമ്മറി റെഫറൻസ് ആണ്. അടുത്തത് സ്റ്റോർ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിലുള്ള ഒരു കണ്ടന്റിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. അടുത്തത് BUN, ബ്രാഞ്ച് അൺകണ്ടീഷണലി. നമ്മൾ ബ്രാഞ്ച് ചെയ്യാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഒരു അഡ്രസ്സിൽ നിന്ന് മറ്റൊരു അഡ്രസ്സിലേക്ക് ബ്രാഞ്ച് ചെയ്യാൻ പറയും. പിന്നെ ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ജമ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു കണ്ടീഷനും നോക്കാതെ റിട്ടേൺ അഡ്രസ്സ് ഒന്നും സ്റ്റോർ ചെയ്യാതെയാണ് ജമ്പ് ചെയ്യുന്നത്. എന്നാൽ ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ചെയ്യും, പിന്നെ നമ്മൾ റിട്ടേൺ അഡ്രസ്സ് തിരിച്ചു വരേണ്ട സ്ഥലം സ്റ്റോർ ചെയ്തിട്ടാണ് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് നിങ്ങൾ ആ പേരും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും മാത്രം മനസ്സിലാക്കിയാൽ മതി. BSA എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ്. ISZ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ആൻഡ് സ്കിപ്പ് ഇഫ് 0. ഇൻക്രിമെൻറ്റ് ചെയ്യുക, അഥവാ 0 ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 0 ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതാണ്. പിന്നെ സെക്കൻഡ് പോർഷനിൽ കാണിച്ചിട്ടുള്ളത് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഇത് രജിസ്റ്ററിനെയാണ് റെഫർ ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ CLA എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർ അക്യുമുലേറ്റർ ക്ലിയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ അക്യുമുലേറ്ററിൽ ഒരു ക്ലിയർ സിഗ്നൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കതിനെ ക്ലിയർ ചെയ്യാം. പിന്നെ ക്ലിയർ E എന്ന് പറയുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് അവിടെ കണ്ടില്ലേ, അതിനെ ക്ലിയർ ചെയ്യാനുള്ളതാണ് ക്ലിയർ E. പിന്നെ CMA എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിനെ 1 ആക്കുക, 1 ആണെങ്കിൽ 0 ആക്കുക, അങ്ങനെ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് CME കോംപ്ലിമെൻറ്റ് E. CIR എന്ന് പറഞ്ഞാൽ സർക്കുലേറ്റ് റൈറ്റ് AC ആൻഡ് E. AC അക്യുമുലേറ്ററും Eയും ഒറ്റ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ സർക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. അതിനെ സർക്കുലേറ്റ് ലെഫ്റ്റ് പറയുന്നു. നെക്സ്റ്റ് അക്യുമുലേറ്ററിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ സ്കിപ്പ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യാൻ. അതുതന്നെ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സ്കിപ്പ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ SNA. അതുപോലെ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ സ്കിപ്പ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ SZA. പിന്നെ അക്യുമുലേറ്ററിൻ്റെ ഇയുടെ വാല്യൂ വെച്ചിട്ട് ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ SZE, സ്കിപ്പ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇഫ് E is 0. പിന്നെ അതുപോലെ കമ്പ്യൂട്ടർ ഹോൾട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഹോൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, അതിന് നമ്മൾ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനാണ്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനിൽ നമ്മളത് പഠിക്കും. ഈ ഇൻപുട്ട് ഫ്ലാഗ് ഓൺ ആണെങ്കിൽ ഇൻപുട്ട് ഫ്ലാഗിൻ്റെ വാല്യൂ നോക്കിയിട്ട് സ്കിപ്പ് ചെയ്യാൻ, ഔട്ട്പുട്ട് ഫ്ലാഗിൻ്റെ വാല്യൂ നോക്കിയിട്ട് സ്കിപ്പ് ചെയ്യാൻ. പിന്നെ ഇൻട്രപ്റ്റ് ഓൺ, ഇൻട്രപ്റ്റ് ഓഫ്, ഇതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. 3 ടൈപ്പാണ് ബേസിക്കലി. ഏതൊക്കെയാണ്? മെമ്മറി റെഫറൻസ്, രജിസ്റ്റർ റെഫറൻസ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ്. ഇതാണ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പഠിച്ചത്. ഇനി ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ് ആണെന്ന് പറയണമെങ്കിൽ അതൊരു മിനിമം ഒരു കമ്പ്യൂട്ടറിന് വേണ്ടത് ഏതൊക്കെ തരം ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് ഹാവ് ആണ്, ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് നിർബന്ധമായിട്ടും വേണം, അതിനെയാണ് അതാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് വേണം? ഫങ്ഷണൽ ഇൻസ്ട്രക്ഷൻസ് വേണം. ഫങ്ഷണൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ അരിത്തമാറ്റിക്, ലോജിക് ആൻഡ് ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്. അതിന് എക്സാമ്പിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. അഡീഷൻ, കോംപ്ലിമെൻറ്റ്, ഇതൊക്കെ. അപ്പോൾ ഫങ്ഷണൽ ഇൻസ്ട്രക്ഷൻസ് വേണം, അരിത്തമാറ്റിക്, ലോജിക് ആൻഡ് ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് വേണം. ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ഡേറ്റേനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ്, ലോഡ്, സ്റ്റോർ പോലത്തെ. ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് വേണം. കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് വേണം. പ്രോഗ്രാം കൺട്രോളിൽ നിന്ന് ജമ്പ് ചെയ്യാൻ, നമ്മൾ ബ്രാഞ്ച് ചെയ്യാനും പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യാനും സ്കിപ്പ് ചെയ്യാനും ഒക്കെ പറഞ്ഞില്ല. അങ്ങനെയുള്ള കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്, പ്രോഗ്രാം കൺട്രോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. അങ്ങനത്തെ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് വേണം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് വേണം. ഇങ്ങനെ എല്ലാതരം ഇൻസ്ട്രക്ഷൻസും ഉണ്ടെങ്കിലാണ് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്, അതിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ് ആണ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് ഒരു പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി ഓരോ ടൈപ്പ് ഇൻസ്ട്രക്ഷനും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.